ഞാനെന്നുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള, ഏറ്റവും നല്ല കബാബ് കിട്ടുന്ന, അതായത് ചിക്കൻ കബാബൊക്കെ നമ്മൾ എല്ലായിടത്തുനിന്നും കഴിക്കാറുണ്ട്. പക്ഷേ ബീഫ് കബാബ് ഇത്രയും രുചിയാണെന്നുള്ള സത്യം ഞാൻ ഇന്ത്യക്ക് വെളിയിൽ പോയപ്പോൾ ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ ഈ പാരഗൺ എം ഗ്രില്ലിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബീഫ് കബാബ് കഴിക്കാം. ആദ്യമേ ഞാൻ ചിക്കൻ ക്ലിയർ സൂപ്പാണ് കഴിച്ചത്. അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അത്രയും ടേസ്റ്റ് തോന്നിയില്ല. പക്ഷേ ഈ ബീഫ് കബാബ് അത് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ കോഴിക്കോട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് മാളിലുള്ള പാരഗണിൻ്റെ പ്രീമിയം റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള എം ഗ്രില്ലിൽ വരിക. അതിൻ്റെ കൂടെയുള്ള ഹമ്മസും നല്ലതാണ്. ചിക്കൻ അൽഫാമും നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എണ്ണയൊന്നും ഇവർ ചെയ്യുന്നില്ല. കബാബ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കബാബാണ്. അതിൻ്റെ അകത്ത് കൂടുതൽ വേറെ ഒന്നും ഇടമൊന്നോ കാര്യങ്ങളൊന്നുമില്ല. മയോണൈസൊക്കെ ചുമ്മാ അവിടെ മൂലയ്ക്കിരിക്കുമായിരുന്നു. നമ്മളൊന്നും എടുത്തില്ല. കാരണം ഈ ഇറച്ചിയുടെ ടേസ്റ്റ്, ആ മീറ്റിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്ക് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ കഴിക്കണം. അടിപൊളിയാണ്. കാരണം ആ കേക്ക് ഇത്രയും ടേസ്റ്റായിട്ട് നമുക്കിപ്പോൾ ടർക്കിക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കേക്ക് കഴിക്കാം. അതുകൂടാതെ തന്നെ ഈ സാലഡും ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഈവൻ സ്ട്രോ പോലും റൈസ് സ്ട്രോ ആണ് ഇവർ കൊടുക്കുന്നത്. അത് കൂടാതെ ഡെസേർട്ടായിട്ട് ട്രസ്ലച്ചേഴ്സ് കേക്ക് ഉണ്ട്, അടിപൊളിയാണ്. സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്കും അടിപൊളിയാണ്. ഇതും നിങ്ങൾ കഴിച്ചു നോക്കണം. ഇത് നല്ലൊരു മിൽക്ക് ക്രീമൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്ക് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു നിമിഷം നമ്മളൊന്ന് കണ്ണടച്ച് നമ്മൾ ഇത് കഴിക്കാൻ കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് നമ്മളൊന്ന് സന്തോഷിക്കും. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്ക്. ഇവിടുത്തെ എല്ലാം നല്ലതാണ്. പ്രീമിയം റെസ്റ്റോറൻ്റാണ്. റേറ്റ് കൂടുതലാണെന്ന് പറയണ്ട, അത് റേറ്റ് കൂടുതലാണ്. ഞാൻ അതിൻ്റെ ബില്ലും കാണിക്കുന്നുണ്ട്. ഇത്രയാണ് ഞങ്ങൾക്കായത്.